ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മിഥുൻ മാനുവൽ തോമസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 19 വ്യാഴാഴ്ച തിരഞ്ഞെടുത്തി പോസിറ്റീവ് അഭിപ്രായം നേടുന്നത് മികച്ച കളക്ഷനുമായി മുന്നേറിക്കൊണ്ടിരിക്കുന്ന മലയാള സിനിമയാണ് ആട് 3. ചിത്രം രണ്ടാമത്തെ വെള്ളിയാഴ്ച കൂടിയ 9-ാം ദിവസമാണ് ഇന്ന് പിന്നിടുന്നത്. ജയസൂര്യ, സൈജു കുറുപ്പ്, വിനായകൻ, രഞ്ജി പണിക്കർ, വിജയബാബു, സണ്ണി വെയിൻ, ധർമ്മജൻ ബോൾഗാട്ടി എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 37,45 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 9-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1.5 കോടി റേഞ്ചിലാണ്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 39 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. 9 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 105 കോടി റേഞ്ചിലുമാണ്. നിലവിൽ ഈ സിനിമയ്ക്ക് മണിക്കൂറിൽ ബുക്ക് മൈ ഷോയിലൂടെ വിറ്റഴിച്ചുകൊണ്ടിരിക്കുന്നത് 4000, 4500, 5000, 6000 ടിക്കറ്റുകൾ വരെയാണ്. അതുകൊണ്ട് തന്നെ നാളെ ശനിയാഴ്ച ഈ സിനിമയ്ക്ക് മികച്ച കളക്ഷൻ നേടിയെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. നിവിൻ പോളി നായകനായി ബി ഉണ്ണികൃഷ്ണൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഇന്നലെ മാർച്ച് 26 വ്യാഴാഴ്ച തിരഞ്ഞെടുത്ത് മിക്സഡ് അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് പ്രതിച്ഛായ. ബാലചന്ദ്ര മേനോൻ, ഷറഫുദ്ദീൻ, ആനഗസ്റ്റിൻ, സായി കുമാർ, മണിയമ്പിള്ള രാജു എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയ്ക്ക് ആദ്യ ദിവസം കേരളത്തിൽ കളക്ട് ചെയ്യാനായത് 90 ലക്ഷം രൂപയാണ്. രണ്ടാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ കളക്ഷൻ 60 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 2 ദിവസം കൊണ്ട് കേരളത്തിൽ 1.5 കോടി റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. 2 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 2,50,00,000 റേഞ്ചിലുമാണ്. എന്തായാലും ഈ നിവിൻ പോളി ചിത്രത്തിന് അത്ര മികച്ച തുടക്കമല്ല നിലവിൽ നേടിയെടുക്കാനായിട്ടുള്ളത്. രൺവീർ സിംഗ് നായകനായി ആദിത്യദാർ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് മാർച്ച് 19 തിയേറ്ററിലെത്തിയ ദുരന്തർ 2 ഇന്നലെ വ്യാഴാഴ്ച വരെയുള്ള ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് ഒഫീഷ്യൽ കളക്ഷൻ വിവരങ്ങളും പോസ്റ്ററും ഇന്ന് പുറത്തു വന്നിട്ടുണ്ട്. അത് പ്രകാരം 8 ദിവസം കൊണ്ട് 814 കോടി രൂപയാണ് ഇന്ത്യൻ ഗ്രോസ് കളക്ഷൻ. വിദേശത്ത് നിന്ന് 274 കോടി രൂപയും സ്വന്തമാക്കിയിട്ടുണ്ട്. അങ്ങനെ ലോകമെമ്പാടുമായി 1088 കോടി രൂപയാണ് ആദ്യ 8 ദിവസം കൊണ്ട് ദുരന്തർ 2 സ്വന്തമാക്കിയിരിക്കുന്നത്. അതേസമയം കേരളത്തിൽ ആദ്യ 8 ദിവസം കൊണ്ട് ഈ സിനിമ 13 കോടി രൂപ നേടിയെടുത്തിട്ടുണ്ട്. 9-ാം ദിവസമായ വെള്ളിയാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 60 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 9 ദിവസം കൊണ്ട് കേരളത്തിൽ 13 കോടി 60 ലക്ഷം റേഞ്ചിലാണ് എത്തിച്ചേർന്നിട്ടുള്ളത്. ഇന്ന് ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 65-70 കോടി റേഞ്ചിലാണ്. അങ്ങനെ 9 ദിവസം പിന്നിടുമ്പോൾ ലോകമെമ്പാടുമായി 1150 കോടിക്ക് മുകളിലാണ് ദുരന്തർ 2 നേടിയെടുത്തിരിക്കുന്നത്. മാർച്ച് 19 തിയേറ്ററിൽ മികച്ച വിജയം നേടിയെടുത്ത് മുന്നേറിക്കൊണ്ടിരിക്കുന്ന തമിഴ് സിനിമയാണ് യൂത്ത്. കെൻ കരുണാസ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് അഭിനയിച്ച ഈ സിനിമയിൽ അനിഷ്മ അനിൽകുമാർ, സുരാജ് വെഞ്ഞാറമൂട് എന്നിങ്ങനെയായിരുന്നു പ്രധാനപ്പെട്ട മറ്റ് താരങ്ങൾ. കേരളത്തിൽ ഇന്നലെ വരെയുള്ള 8 ദിവസം കൊണ്ട് കളക്ട് ചെയ്തിരിക്കുന്നത് 83 ലക്ഷം രൂപയാണ്. തമിഴ്നാട്ടിൽ 27 കോടി 74 ലക്ഷം, കർണാടകയിൽ 2 കോടി 28, തെലുങ്ക് സംസ്ഥാനങ്ങളിൽ നിന്ന് 11 ലക്ഷം എന്നിങ്ങനെ 31 കോടി 2 ലക്ഷം രൂപയാണ് ഇന്ത്യൻ കളക്ഷൻ. വിദേശത്ത് നിന്ന് 5 കോടി 69 ലക്ഷം രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. 7 കോടി ബഡ്ജറ്റുള്ള ഈ സിനിമ ഇന്നലെ വരെ ലോകമെമ്പാടുമായി 36 കോടി 71 ലക്ഷം രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. പവൻ കല്യാൺ നായകനായ ഉസ്താദ് ഫഹദ് സിംഗ് തിയേറ്ററിലെത്തിയത് മാർച്ച് 19 ഈ സിനിമയുടെ ആദ്യ 8 ദിവസത്തെ വേൾഡ് വൈഡ് കളക്ഷൻ അപ്ഡേറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അത് പ്രകാരം 93 കോടി 41 ലക്ഷം രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 9-ാം ദിവസമായ ഇന്ന് വെള്ളിയാഴ്ച ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 1 കോടി റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ ലോകമെമ്പാടുമായി 94 കോടി 50 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമ എത്തിച്ചേർന്നിട്ടുള്ളത്. നിലവിൽ ഈ സിനിമ പരാജയം ഉറപ്പിച്ചിരിക്കുകയാണ്. ഇന്ന് മാർച്ച് 27 വെള്ളിയാഴ്ച തിരഞ്ഞെടുത്ത് പോസിറ്റീവ് അഭിപ്രായം നേടുന്ന മലയാള സിനിമയാണ് ഡെർബി. കടകൻ എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായ സജിൽ മാമ്പാട് സംവിധാനം ചെയ്ത ഈ സിനിമയിൽ സാഗർ സൂര്യ, ആദൻ സാബിക്ക്, അല്ലമീൻ, ജസ്നിയ ജഗദീഷ്, ജോണി ആന്റണി, അബു സലീം എന്നിങ്ങനെയായിരുന്നു പ്രധാന താരങ്ങൾ. നിലവിൽ ഈ സിനിമ ബുക്ക് മൈ ഷോ ട്രെൻഡിങ്ങിൽ ഇടം പിടിച്ചിട്ടില്ല. ആദ്യ ദിവസം 18-20 ലക്ഷം റേഞ്ചിലാണ് ഈ സിനിമയുടെ കേരള കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. മീനാക്ഷി മുഖ്യധാരമായി അനൂപ് പുരുഷോത്ത് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് വളരെ മികച്ച അഭിപ്രായം നേടിയെടുത്ത മലയാള സിനിമയാണ് സൂപ്പർ ജെമിനി. ഇന്ന് രാത്രി 12 മണിയോടെ ഈ സിനിമയുടെ OTT സ്ട്രീമിംഗ് ആരംഭിക്കുകയാണ്. മനോരമ മാക്സ് വഴിയാണ് ഈ സിനിമയുടെ OTT റിലീസ് പൂർണ്ണമാക്കുന്നത്. ഈ സിനിമകളെക്കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.